നിസ്കാര. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഞാനൊന്ന് വായിക്കാം. നബി തങ്ങൾ പറയുന്നു, നിസ്കാരത്തിന്റെ മേൽ ഒരാൾ ശരിക്കും സമയം നോക്കി നിസ്കരിച്ചാൽ അക്രമഹുല്ലാഹു ബി ഖംസി ഖിസാൽ, 5 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അയാൾ ആദരിക്കും. ആ 5 കാര്യങ്ങൾ പഠിക്കണം. എന്റെ ചെറുപ്പക്കാർ, എന്റെ യുവാക്കൾ, എന്റെ സുഹൃത്തുക്കൾ ആരാവട്ടെ, നിസ്കാരത്തിന്റെ സമയത്തിൽ ശ്രദ്ധയില്ലാത്തവർ, നിസ്കാരം എന്തോ ആവട്ടെ എന്ന് ആലോചിക്കുന്നവർ, ചെറിയ ചെറിയ കേസുകൾക്ക് വേണ്ടിയിട്ട് നിസ്കാരത്തെ വിടുന്നവർ ആലോചിക്കണം. 5 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ആദരിക്കും. 1, യുർഫഉ അൻഹു ദീഖുൽ ഐഷ്. ദുനിയാവിന്റെ അകത്ത് ജീവിതത്തിന്റെ ഇടുക്കം മോനുണ്ടാവില്ല. എനിക്കിപ്പോ എത്ര ഉറുപ്പ്യ കട്ടുണ്ടായിരുന്നു, ഞാൻ ആകെ ലോൺ എടുത്തിട്ട് കിട്ടു കുട്ടിങ്ങിക്കണേ, മറ്റെടുത്ത് കിട്ട തയ്ക്കണേ, മറിച്ചെടുത്ത് കിട്ട തയ്ക്കണേ എന്ന് അവൻ പറയേണ്ടി വരില്ല. ദുന്യാവിന്റെ ജീവിതത്തിന്റെ ഇടുക്കത്തൊട്ട് അവന് വരും. പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്നല്ല, ആ ദാരിദ്ര്യം ഉള്ളവനും പ്രശ്നമില്ലെങ്കിൽ എന്താ കൂട്ടരെ, ഇനയാണ് മനസ്സിനുള്ളതെങ്കിൽ. നിങ്ങൾ നോക്കാണി, അള്ളാന്റെ ഭൂമിയിൽ നമ്മളെപ്പോലെ നടക്കണ മനുഷ്യന്മാര് ഓരോരോ സ്ഥലത്ത് കിടക്കണില്ലേ, അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ കടന്നിറങ്ങണവരെ കണ്ടില്ല നിങ്ങൾ? റെയിൽവേ സ്റ്റേഷനിൽ ചുക്ക് 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 നല്ല തീവണ്ടി വരുന്ന നേരത്ത് കടന്നിറങ്ങണ മനുഷ്യന്മാര്, ഓല നമ്മളെ വല്ല കൊട്ടാരത്തിലോ കടക്കിയിലോ കൊണ്ടുപോയിട്ട് ഫാൻ ഇട്ട് കൊടുത്താൽ ഓല് ഖിയാമം വരെ ഉറങ്ങൂല. ഈ ഒച്ച ഏട്ടെങ്കിലേ ഓൽക്ക് ഉറക്കം വരുള്ളൂ. അങ്ങനത്തെ കൂട്ടരില്ലേ? അവർക്ക് മോഹമില്ല, പ്രശ്നമില്ല, വീടില്ലെന്ന് പ്രശ്നമില്ല. ഇതര നാടിൽ നിന്ന് അഭയാർത്ഥികളായി വരുന്ന കുറെ കൂട്ടക്കാരില്ലേ, പ്രശ്നങ്ങൾ വരുമ്പോ ഞമ്മക്കൊക്കെ അങ്ങനെ വന്നേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയൊരു വെള്ളപ്പൊക്കം, വലിയൊരു ഭൂകമ്പം, ഇങ്ങനെ അങ്ങനെ ആളുകൾ വരല്, അഭയാർത്ഥികളായി മാറല്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരക്കാരായ ആളുകൾക്ക് വലിയ മാനസികമായ മോഹങ്ങളോ വലിയ സ്വപ്നങ്ങളോ അല്ലാതെ വരുമ്പോ ഓൽക്ക് ലോണും ഇല്ല, കുടുക്കുമില്ല, കട്ടക്കുമില്ല, ഇടുക്കുമല്ല, തിന്നാൻ അത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്നൊന്നും ചിന്തയില്ല. മനസ്സിന് സംതൃപ്തിയുണ്ട്. ഈ തരം ഒരു മനസ്സംതൃപ്തി അള്ളാഹു നൽകുന്നത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള സംതൃപ്തി നൽകിയിട്ട് അവർക്ക് ജീവിതത്തിന്റെ ഇടുക്കം അള്ളാഹു താല ഉയർത്തും. നമുക്ക് നടക്കണേല ഇടുക്ക, എന്താ പിന്നെയ്യ, ഇഞ്ഞിപ്പെന്താ ഓരോ ദിവസവും ഓരോ ഇഞ്ഞിപ്പെന്താ ചെയ്യല, ഇഞ്ഞിപ്പെന്താ ഓരോ പ്രശ്നത്തിന്. ഇത് ജീവിതത്തിന്റെ ഇടുക്ക. ഇത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആൾക്ക് അള്ളാഹു ഈ വിധം പരീക്ഷിക്കൂല. ദാരിദ്ര്യം ഉണ്ടാവൂല എന്നല്ല, ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന് കുടുങ്ങൂല എന്നല്ല, ഭക്ഷണത്തിന് കുടുങ്ങിയാലും മനസ്സിടുങ്ങൂല. ജീവിതത്തിന്റെ ഇടുക്കം അയാൾക്ക് അല്ലാഹു തആല അനുഭവിപ്പിക്കൂല. ഇത് അല്ലാഹു നൽകുന്ന ഒന്ന് ദുനിയാവില്. രണ്ടാമത്തെ ഒന്ന് ഖബറാണ്, 2ാം സങ്കേതം. ആ ഖബറിലെ ശിക്ഷയിൽ നിന്നും അല്ലാഹു അയാളെ കാക്കും. ഖബർ കഴിഞ്ഞ് ആഖിറത്തിൽ ചെന്നാൽ, പരലോകത്ത് ചെന്നാൽ, മഹ്ശറിൽ വന്നാൽ, വയുഅതീഹില്ലാഹു കിതാബഹു ബിയമീനിഹി, വലതുകൈയിൽ തന്നെ അവന്റെ നന്മതിന്മകൾ എഴുതിയ കിതാബ് അവന് നൽകും. സിറാത്ത് പാലം കടക്കുന്നതാ മറ്റൊരവസ്ഥ. വയമുറു അല സിറാത്തി കൽ ബർഖ്, മിന്നൽ പിളർ പോലെ സിറാത്ത് പാലം പെട്ടെന്ന് കടക്കാൻ അവന് പറ്റും. വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണ ചെയ്ത് അപകടപ്പെടുത്താതെ അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തും. ഖാല റസൂലുള്ളാഹി. 5 കാര്യം. നിസ്കാരം 5 വഖത്താകാൻ വേണ്ടി ഒരു കൂട്ടം പണ്ഡിതന്മാർ നിശ്ചയിച്ച രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിന് മറ്റൊന്നുണ്ട്. 5 കടമ്പകളാണ് ഒരു മനുഷ്യന്റെ മുൻപിൽ. ഈ 5 കടമ്പങ്ങൾക്ക് രക്ഷയാണ് വാസ്തവത്തിൽ 5 നേരത്തെ നിസ്കാരം. എന്താ കടമ്പ? ഒന്ന്, ഈ ദുന്യാവും ദുന്യാവിലെ ജീവിതത്തിന്റെ പ്രയാസവും. ആ പ്രയാസം എന്നതിൽ നിന്ന് അല്ലാഹു തആല കടമ്പ പോക്കാൻ, അള്ളാന്റെ ദിക്ർ അവന്റെ മനസ്സിനെ ഭരിക്കാൻ നിശ്ചയിച്ചതാണ് 5 വക്ത് നിസ്കാരത്തിലെ ഒരു നിസ്കാരം. ഇത് ഈ ഹദീസ് സാക്ഷീകരിക്കും. ജീവിതത്തിന്റെ ഇടുക്കത്തിൽ നിന്ന് അയാൾക്കല്ല രക്ഷ നൽകുമെന്നത് ഇതിലേക്ക് സാക്ഷിയാകും. 2ാമത്തെ കടമ്പ ഒരു മനുഷ്യനുള്ളത് മരണമാണ്. മരണം, മരിക്കുക എന്നുള്ളതെന്ന് പ്രശ്നമാണ്. മരിക്കുക അതൊരു പ്രശ്നല്ലേ? വീർപ്പൻ പോകണ്ടേ? മുത്തിന വിധങ്ങൾ തന്റെ നെഞ്ചത്തേക്ക് ചാരിക്കിടന്നുകൊണ്ട് മരണപ്പെടുമ്പോ നബി അനുഭവിക്കുന്ന വേദന കണ്ടിട്ട്, പ്രയാസം കണ്ടിട്ട്, വെപ്പാളം കണ്ടിട്ട്, അള്ളാന്റെ റസൂലിന്റെ വിമ്മിട്ടങ്ങൾ കണ്ടിട്ട്, നബി തങ്ങൾ തന്റെ കൂടെ ഇരിക്കുന്നവർ കാണേണ്ടെന്ന് കരുതിയിട്ട് പുതപ്പെടുത്ത് കണ്ണും മുഖവും മൂടിയിട്ട് മറക്കുന്ന ആ പ്രയാസം കണ്ടപ്പോ ആയിഷാ ബീവി പറയാ, നബിന്റെ ആ രംഗം കണ്ടപ്പം പിന്നെ മരണവക്ത്രത്തിൽ നിന്നും വേദനയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇതെല്ലാവർക്കും ഉണ്ട്. ഏത് വിശ്വാസിക്കും ഏതാൾക്കും വരും. ലളിതമായവരിൽ വെച്ച് ലളിതമായിട്ടാകുന്നു അള്ളാന്റെ ഹബീബായ നബിയുടെ റൂഹിനെ പിടിച്ചത്. അപ്പൊ മരണം വല്ലാത്തൊരു
وتفريق أعضاء ولحم مبدد. മരണം എന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി മണ്ണിൽ വെച്ചിട്ട് ശരീരത്തിന്റെ മാംസള ഭാഗങ്ങളും പേശികളും എല്ലാം മുറിഞ്ഞു മുറിഞ്ഞു നശിച്ച് മണ്ണായി പോകും എന്നതു മാത്രമേ മനുഷ്യനുള്ളൂ. ശേഷം ജീവിതമില്ല, ശേഷം പ്രശ്നമില്ല എന്നു തന്നെ സങ്കൽപ്പിച്ചോ. ലകും താഹഖീഖൻ യബ്ന ആദമ ബിൽ ബുഖാ അലാ നായിബാത്തിദ് ദഹരി മാ കുല്ലി മുസ്ഇദി. ഈ ക്രിയകൾക്ക്, മരണത്തിന്റെ വിക്രിയകൾക്ക്, ഖബറിന്റെ അകത്തെ വിക്രിയകൾക്ക് വേണ്ടി മാത്രം ആലോചിച്ചിട്ട് കൂട്ടാളികളെ കൂട്ടി വാവിട്ട് നിലവിളിക്കാൻ മാത്രം അതുതന്നെ മതി എന്ന് പറഞ്ഞ ഭീകര രംഗമാണൊരവസ്ഥ മരണം. ഇത് രണ്ടാമത്തെ കടമ്പ. നിസ്കാരം ഒന്ന് വെച്ചത് ഈ കടമ്പ ശരിപ്പെടുത്താനാണ്. മൂന്നാമത്തെ ഒന്ന് ഖബറ്. ആ ഖബറിന്റെ അകത്തെ ഇടുക്കം, അവിടത്തെ ശിക്ഷ, അത് മരിച്ചിട്ട് ഖിയാമം വരെയാണ്. ആ ജീവിതത്തിലെ ഇടുക്കം എന്നതൊരു കടമ്പയാണ്, ജീവിതത്തിലെ ഒരു സന്ധിയാണ്, ഒരു